എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 മൈക്രോ എക്കണോമിക്സിലെ 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം കമ്പോള സന്തുലിതാവസ്ഥ എന്ന ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിന് വെയിറ്റേജ് എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിന് 6 മാർക്കിനോളമാണ്. അപ്പോൾ 6 മാർക്കിനോളമുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് പ്രൈസ് സീലിങ്ങും ഫ്ലോർ പ്രൈസും. അതായത് വില പരിധിയും തറവിലയും, അത് രണ്ടും എന്താണെന്ന് അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതോടൊപ്പം തന്നെ പ്രൈസ് സീലിങ്ങും ഫ്ലോർ പ്രൈസിൻ്റെ ഡയഗ്രാം, ആ ഡയഗ്രാംസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. വില പരിധിയും തറവിലയും അതിൻ്റെ സമവാക്യമല്ല അതിൻ്റെ നിർവചനവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഗ്രാഫും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. മറ്റൊന്നാണ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. സന്തുലിത വിലയും സന്തുലിത അളവും, QD = QS എന്നൊക്കെ പറയുന്ന ആ ഒരു ഇക്വേഷൻ വെച്ച് ഈ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കാണാൻ പഠിക്കണം. സന്തുലിത വിലയും സന്തുലിത അളവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സിലെ ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയം കമ്പോള സന്തുലിതാവസ്ഥ എന്ന പാഠത്തിൽ നിന്നും പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.